السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് എല്ലാം തരുന്നവൻ, എല്ലാം തടയാൻ കഴിവുള്ളവനും കാരുണ്യവാനായ റബ്ബ് മാത്രമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകുന്ന ബറക്കത്തുകൾ അത് ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം എടുത്തു കളയപ്പെടും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. എന്നാൽ കൃത്യമായ റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് അവൻ അംഗീകരിച്ച് അവൻ അനുസരിച്ചുകൊണ്ട് കൃത്യമായ നിസ്കാര കാര്യങ്ങളിലും ദിക്ർ ദുആകളിലും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിലൊക്കെയായി ജീവിതം നയിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകും. കിട്ടുന്ന ശമ്പളം ചെറിയതാണെങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടെ നടന്നു പോവുകയോ തന്നെ ചെയ്യും. കാരണം റബ്ബ് നൽകുന്ന വലിയൊരു ബറക്കത്താണ്. കൃത്യമായി നിസ്കരിക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അവരെ അനുഗ്രഹിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മാസിയത്ത് കാരണം, തെറ്റുകുറ്റങ്ങൾ കാരണമോ നൽകപ്പെട്ട ബറക്കത്തുകൾ ഉയർത്തപ്പെടും. എത്ര തന്നെ ശമ്പളം കിട്ടിയാലും, എത്ര തന്നെ കച്ചവടത്തിലും അതുപോലെ തന്നെ കൃഷിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടായാലും ജീവിതത്തിൽ അതുകൊണ്ടൊന്നും ഒരു ഉപകാരം കിട്ടാത്ത ഒരവസ്ഥ വന്നുപോകും. എവിടേക്കും എത്താത്തൊരു സാഹചര്യം വന്നുപോകും. അഥവാ ജീവിതത്തിൽ ബറക്കത്ത് ഉയർത്തപ്പെടുമെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇന്നർ റജുല ലയഹറമു റിസ്ഖു ബിദംബിൻ യുസീബുഹു. ഒരു മനുഷ്യൻ അയാൾ തെറ്റുകൾ ചെയ്യുന്നത് കാരണം റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞകൾ അംഗീകരിക്കാതെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല അവൻ്റെ ഭക്ഷണത്തിൽ വലിയ പ്രയാസം നൽകിക്കൊണ്ട് അള്ളാഹു അവൻ്റെ പരീക്ഷണം നടത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷണമെന്ന് വെച്ചാൽ അത് ഭക്ഷണം ലഭിക്കാൻ കാരണമാകുന്ന ജോലി, അവൻ്റെ കൃഷി, അവൻ്റെ മറ്റ് തൊഴിലുകൾ, ഏത് മേഖലയിലാവട്ടെ അതിലൊക്കെ വലിയ പ്രയാസം അദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും. എത്ര കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥ സംജാതമാകും. അത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് കാരണമാണെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം എപ്പോഴും അവനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ കൃഷിയിലും നമ്മുടെ ജോലിയിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവാൻ, അഭിവൃദ്ധി ഉണ്ടാവാൻ റബ്ബിൻ്റെ മുമ്പിൽ താണുക അപേക്ഷിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നവരായി മാറണം. നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് ഒഴിവാക്കുക വഴി തന്നെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ അദ്ദേഹത്തിനെ തേടിയെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് കൃത്യമായ നിസ്കാര കാര്യങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കലോടുകൂടെ തന്നെ റബ്ബിന് മുമ്പിൽ എപ്പോഴും വിനയമുള്ള അടിമയായി തീരുകയും അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാനൊക്കെ നമുക്ക് സാധ്യമാകുമ്പോൾ തീർച്ചയായും റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്കവൻ നൽകുക തന്നെ ചെയ്യും. അള്ളാഹു ഐശ്വര്യപൂർണ്ണമായ സന്തോഷമുള്ള ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അവസാനം ആഖിബത്ത് നന്നായി ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.